ഹായ് മലയാളീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്തായാലും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എന്റെ കണ്ണുകളിലെ പ്രണയം നിന്നോട് മാത്രം. ഇതാണ് നമ്മുടെ രേണു സുധിയുടെ പുതിയ പോസ്റ്റിന്റെ ആ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപ്ഷൻ കണ്ടതോടുകൂടി രേണു സുധി പ്രണയത്തിലാണോ, വിവാഹം എപ്പോഴൊക്കെ ആണെന്നാണ് ആരാധകർ കമന്റിലൂടെ ചോദിക്കുന്നത്. എന്തായാലും അതിനുള്ള മറുപടി നമ്മുടെ രേണു സുധി കൊടുക്കുന്നുമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് വെച്ചാൽ അത് രേണു സുധി എന്ന് തന്നെ പറയാല്ലേ. നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതും. റീലുകളിലും മ്യൂസിക് ആൽബവും ഒക്കെ ആയിട്ട് അഭിനയത്തിൽ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണു. എന്നാൽ ഇതേ റീലുകളുടെ പേരിൽ തന്നെ കടുത്ത ആക്രമണം തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി രേണു നേരിടുന്നതും. എന്നാൽ ഇപ്പോഴിതാ അടുത്തൊരു പുതിയൊരു പോസ്റ്റിന് തിരികൊളുത്തിരിക്കുന്നത്, അതായത് പുതിയൊരു ഗോസിപ്പിന് തിരികൊളുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, രേണു പങ്കുവച്ച പുതിയ പോസ്റ്റും ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ്. തന്റെ ഒരു ചിത്രവും അതിനോടൊപ്പം തന്നെ രേണു പങ്കുവച്ച 2 വരിയുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയായിരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ചാണ് രേണു ആ പോസ്റ്റിൽ സംസാരിക്കുന്നത്. പോസ്റ്റ് കണ്ടതും താരം വീണ്ടും പ്രണയത്തിലായോ എന്നുള്ള സംശയം സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ് കേട്ടോ: എന്റെ കണ്ണുകളിലുള്ള പ്രണയം നിന്നോട് മാത്രമാണ്, അത് ആരാണെന്ന് എന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. ഇതായിരുന്നു രേണുവിന്റെ പോസ്റ്റ്. ഇതോടെ തന്നെ താരം പ്രണയത്തിലായോ എന്നുള്ള സംശയവുമായിട്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം കമന്റുകൾക്കെല്ലാം രേണു മറുപടിയും നൽകുന്നുണ്ട്. ഒരാൾ കമന്റ് ഇട്ട് സുധിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടപ്പോൾ രേണു അതിന് കൊടുത്ത മറുപടി എന്താണെന്നില്ലേ? ഏട്ടൻ പോയി, എങ്കിലും ഏട്ടൻ എന്നും മനസ്സിൽ ദൈവത്തിന് തുല്യമാണ് എന്നാണ് നമ്മുടെ രേണു നൽകിയ മറുപടി. സുധിച്ചേട്ടൻ എന്നും ഉണ്ടാകുമെന്നും രേണു പറയുന്നുമുണ്ട്. എന്നാൽ അത് സുധിച്ചേട്ടൻ അല്ലാതെ മറ്റൊരാൾ ആരാണെന്നാണ് വേറൊരാൾ കമന്റ് ഇട്ടത്. സമയമാകട്ടെ പറയാമെന്നായിരുന്നു രേണു അതിനും കൊടുത്ത മറുപടി. ഇനി ആരാ ആ ആള് പറ രേണു എന്നൊരാൾ പറഞ്ഞപ്പോൾ സമയമാകട്ടെ എല്ലാവരെയും അറിയിക്കാം എന്നായിരുന്നു രേണു നൽകിയ മറുപടി. അപ്പൊ പെർഫ്യൂമിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് മറ്റൊരാൾ കമന്റ് ചെയ്തു. അതിനും രേണു മറുപടി കൊടുത്തു. പെർഫ്യൂം വീട്ടിലുണ്ടല്ലോ, ഇപ്പോഴും എപ്പോഴും എന്നാണ് അതിനും രേണു നൽകിയ മറുപടി. എന്തായാലും താരം വീണ്ടും പ്രണയത്തിലായോ, വീണ്ടും വിവാഹിതയാകുകയാണോ എന്നെല്ലാം സോഷ്യൽ മീഡിയ ചോദിക്കുന്നുമുണ്ട്. അതേസമയം രേണു തന്റെ പുതിയ വീഡിയോയെ കുറിച്ചാണോ പോസ്റ്റിൽ പരാമർശിക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. സംശയങ്ങൾക്കൊന്നും രേണു എന്തായാലും വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. സമയമാകുമ്പോൾ പറയാമെന്നാണ് രേണു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ തങ്ങളുടെ നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ല, ഭർത്താവ് മരിച്ചെന്ന് കരുതി അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? അവർക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ? ഇത് എന്തോന്ന്? ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും കുറെ എണ്ണം നെഗറ്റീവ് കമന്റുമായി ഇറങ്ങിക്കോളും. എന്നാൽ ഈ പറയുന്നവർ അവർക്ക് ചെലവിന് കൊടുക്കുമോ? അവർ അഭിനയിക്കുന്നത് മാത്രം നിങ്ങളുടെ കണ്ണിൽ കാണുന്നുള്ളൂ. അവരവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്. അതിന് നിങ്ങൾക്കൊക്കെ എന്താ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇതിന് രേണു നൽകിയ മറുപടി എന്താണെന്നറിയാം. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ എന്നായിരുന്നു. പുള്ളിക്കാരത്തി എന്തായാലും ആ ഒരു കമന്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ള സാരമായി. അതേസമയം വേറെ മാരേജ് ആണോ എന്ന് ചോദിച്ചയാൾക്കും രേണു നൽകിയ മറുപടിയും ഇപ്പോഴില്ല എന്നാണ്. ഇതെല്ലാം ആരാധകരിൽ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട്. താരം മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള അനുമാനത്തിൽ രേണുവിനെതിരെ വിമർശനവുമായും ചിലർ എത്തിയിട്ടുണ്ട്. അത്തരക്കാരിലെ ചിലർക്ക് രേണു തന്നെ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. വെളിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഇല്ല എന്ന് പറയുന്നത് എന്തിനാ? പറയാതിരുന്നാൽ പോരെ? അതല്ലേ? ഇതിന് നെഗറ്റീവ് കമന്റ് വരും. അപ്പൊ പിന്നെയും ഇൻസ്റ്റ തുറക്കുമ്പോൾ ഇതൊക്കെ തന്നെ വരും എന്നായിരുന്നു ഒരാളുടെ വിമർശനം. എനിക്കിഷ്ടമുള്ള പോസ്റ്റ് ഞാൻ ഇടും, നീ വേണേൽ കാണുക എന്നായിരുന്നു നമ്മുടെ രേണുവിന്റെ മറുപടി. നീ എന്തോ പോയി ചെയ്, നീ എന്ത് ചെയ്താലും നമുക്ക് ഒന്നുമില്ല. നീ സുധിയെ ഓർത്ത് ജീവിക്കുകയോ സ്പ്രേ അടിക്കുകയോ വാക്കിന് വിലയില്ലാണ്ട് വേറെ കെട്ടുകയോ ഒക്കെ ചെയ്. അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നിനക്ക് എന്തായാലും ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ വാക്ക് എപ്പോഴും മാറ്റി കളിക്കുന്നത് അത് സീനല്ല. മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ആണ്. ഏതേലും ഒന്നിൽ ഉറയ്ക്കാൻ പഠിക്കാതെയും എന്നായിരുന്നു മറ്റൊരു വിമർശനം. അതിനും രേണു കിടിലം മറുപടി നൽകുന്നുണ്ട്. നീ പോടി, നിന്റെ കെട്ടിയോന് വേണ്ട എനിക്ക്. തുപ്പൊന്നു നിന്നെ ഉണ്ടല്ലോ. പിന്നെ നീ എന്തിനാണ് എന്റെ കാര്യം നോക്കാൻ വരുന്നേ? പഴയ രേണു അല്ല. കണക്കിന് വായിന് കേൾക്കും, ഓടിക്കോ. വായ എന്റെയാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റുമെന്നായിരുന്നു അതിനുള്ള രേണുവിന്റെ മറുപടി. അവിവാഹിതയായിരുന്നിട്ടും ഒരു കുട്ടിയുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്നു. സുധിയുടെ ജീവിതത്തിൽ എല്ലാം അറിഞ്ഞ് കയറി ചെന്ന് മരിക്കുന്ന കാലത്തോളം സുധിക്ക് വേണ്ടി ജീവിച്ച സ്ത്രീയാണ് രേണു. രേണു ഇന്ന് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയി. അവർക്കും ജീവിതമാകാം. സുധിയെ അവർ സ്വീകരിച്ച പോലെ അവരെ സ്വീകരിക്കാൻ ഒരാൾ വന്നാൽ അത് രേണുവിനോട് കാലം കാണിക്കുന്ന നീതിയാകും. മരിച്ചു കഴിഞ്ഞല്ല ഒരാൾക്ക് വേണ്ടി ജീവിക്കേണ്ടത്. ജീവിക്കുന്ന കാലത്താണ് അത് രേണു ചെയ്തിട്ടുണ്ട്. ഇനി രേണുവിന് സന്തോഷകരമായ ഒരു ജീവിതമാണ് വേണ്ടത്. അത് കിട്ടട്ടെ എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം. ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനുള്ള മനക്കട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ആ കുട്ടിക്ക് ഒരു പങ്കാളി വേണമെന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിച്ചോട്ടെ. അവരാർക്കും ഉപദ്രവമൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ വേറെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത് അതിപ്പോൾ ഓരോ മാനസികാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും.
ആ പറഞ്ഞ സമയത്ത് ഒരു പക്ഷേ സുധിച്ചേട്ടന്റെ മരണത്തിൽ നിന്ന് മൂവ് ഓൺ ആയി കാണില്ല. സമയം കഴിയും തോറും ആ വേദനയും കുറഞ്ഞു വരുമല്ലോ. ചിലപ്പോൾ ഒരു വിഷമം എപ്പോഴും കാണും. എന്തായാലും ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ച് സന്തോഷമായി ജീവിക്കട്ടെ. അതിലൊന്നും നാട്ടുകാരുടെ സമ്മതം ആവശ്യമില്ല എന്നുമാണ് മറ്റു ചിലരുടെ കമന്റുകൾ.